അലങ്കാരത്തിനാണെങ്കിലും ഭക്ഷണ ആവശ്യത്തിനാണെങ്കിലും വീട്ടിൽ മത്സ്യം വളർത്തുന്നവർ വ്യത്യസ്തമായ രീതിയിൽ ചെലവ് ചുരുക്കിയിട്ട് ടാങ്കുകൾ നിർമ്മിക്കാറുണ്ട്. നമ്മളിപ്പോൾ നിർമ്മിച്ചുള്ള ഈ ടാങ്ക് ആണെങ്കിൽ നമ്മൾ 4 സൈഡിൽ കല്ലുകൾ അടുക്കി വെച്ചിട്ട് അതിനകത്ത് ഫ്ലെക്സ് ഷീറ്റ് വിരിച്ചിട്ടാണ് നമ്മൾ കുളം നിർമ്മിച്ചിട്ടുള്ളത്. അതല്ല ചില സുഹൃത്തുക്കൾ മണ്ണ് എന്തെങ്കിലും കുഴിച്ചെടുത്തിട്ട് ബണ്ടാക്കിയിട്ടിട്ട് അതിനകത്ത് ഫ്ലെക്സോ താർപോളിനോ ഇട്ടിട്ട് മീൻ വളർത്തുന്നവരുണ്ട്. നമ്മൾ ഇന്നൊരു പോർട്ടബിൾ ഫിഷ് ടാങ്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഫ്ലെക്സ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. എത്രത്തോളം കോസ്റ്റ് വരുന്നുള്ളതും നമുക്കത് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. നമ്മുടെ ഫാമിലെ ഗപ്പി ട്രേകളും അതുപോലെ തന്നെ ഗപ്പി ടാങ്കുകളും ഇരിക്കുന്ന ഈ ഒരു സൈഡിലാണ് നമ്മൾ പുതിയ ടാങ്ക് നിർമ്മിക്കാൻ പോകുന്നത് കേട്ടോ. ഇവിടെ കണ്ടില്ല, ഇവിടെ അത്യാവശ്യം ചെറിയൊരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് ഒരു ടാങ്ക് 5 അടി നീളവും 2 അടി വീതിയും അതുപോലത്തെ 1.5 അടി ഹൈറ്റുള്ള ടാങ്കാണ് നമ്മൾ ഫ്ലെക്സ് കൊണ്ട് നിർമ്മിക്കാൻ പോകുന്നത്. നമ്മൾ ടാങ്ക് നിർമ്മിക്കാൻ പോകുന്നത് ഫ്ലെക്സ് കൊണ്ടാണ്. നേരത്തെ നമ്മുടെ ഫാമിൽ നമ്മൾ ഫ്ലെക്സ് ഉപയോഗിച്ചിട്ട് കുറച്ച് ടാങ്കുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കോസ്റ്റ് കുറക്കാനും വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റോഡ് ഫ്ലെക്സ് പുതിയത് എറണാകുളത്ത് നിന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു പീസ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുക ചെയ്തത്. 8 അടിയുടെ റോളാണ് വരുന്നത്. അത് 50 മീറ്റർ വരെ ഉണ്ടാവും. നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തത് 5 അടിക്കാണ്. 8 ഇഞ്ചിൻ്റെ ഒരു പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ 8 ഇഞ്ചിൻ്റെ പീസ് നമുക്ക് എങ്ങനെ ഒരു ചതുരാകൃതിയിൽ ഒരു ടാങ്ക് നിർമ്മിക്കുക എന്നുള്ളൊരു ഷേപ്പാണ് നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. വലിയ ഫ്ലെക്സിൽ നമ്മൾ ഈ ഷേപ്പ് കാണിക്കലും ഒട്ടിക്കൽ കാണിക്കലും കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മളൊരു പേപ്പറിൽ ഇത് ഈസി ആയിട്ട് കാണിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഒരു 8 അടി, അതായത് 8 അടി ലെങ്ത് ഉള്ള അതുപോലെ തന്നെ 5 അടി വീതിയുള്ള ഒരു ഷീറ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇതിനകത്ത് നമ്മൾ ടാങ്കിൻ്റെ ഹൈറ്റാണ് ആദ്യം മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് ടാങ്കിൻ്റെ ഹൈറ്റാണ്, ഇത് ടാങ്കിൻ്റെ ഹൈറ്റാണ്, ഇത് ടാങ്കിൻ്റെ ഹൈറ്റാണ്, കണ്ടില്ലേ? അപ്പോൾ ഈ സെൻറ്ററിൽ വരുന്ന ഇന്നർ മാത്രമാണ് നമ്മുടെ ടാങ്കിൻ്റെ അളവ് വരുന്നത്. അപ്പോൾ ടാങ്കിൻ്റെ അളവ് വരുന്നത് 5 അടി നീളവും അതുപോലെ തന്നെ 2 അടി വീതിയുമാണ് ടാങ്കിൻ്റെ ഇത് വരുന്നത്. ടാങ്കിൻ്റെ ഹൈറ്റ് വരുന്നത് 1.5 അടി ഹൈറ്റാണ്. ഇത് നമ്മളിനി ഒട്ടിക്കുമ്പോൾ ഈ റെഡ് മാർക്ക് ഉണ്ടല്ലോ, ഈ റെഡ് മാർക്കും കൂടി ഇങ്ങോട്ട് ജോയിൻ ചെയ്താൽ മതി. ഇങ്ങോട്ട് ജോയിൻ ചെയ്തിട്ട് ഇത് ഇങ്ങോട്ട് മടക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, നമ്മുടെ ടാങ്കിൻ്റെ ഒരു സൈഡ് ആയി കിട്ടും. നമുക്കിത് ഫെവിഗോളിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് പെട്ടെന്ന് ഒന്ന് ഒട്ടിച്ചിട്ട് നമ്മൾ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇതുപോലെ ഷേപ്പിൽ നമുക്ക് എന്ത് ചെയ്യണം, ഫ്ലെക്സ് കൊണ്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ടാങ്ക്. ഇപ്പോൾ കണ്ടില്ലേ, 1.5 അടി ഹൈറ്റാണ് ഇതിൻ്റെ വരുന്നത്, 2 അടി വിടുത്ത് വരുന്നുണ്ട്, അതുപോലെ തന്നെ 5 അടി നീളവും വരുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് നമ്മൾ ടാങ്ക് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ നിർമ്മിക്കുക എന്നുള്ളൊരു പേപ്പർ കട്ടിങ്ങിൻ്റെ രൂപത്തിൽ നമ്മൾ കാണിച്ചു തന്നാണ്. തൊട്ടുപുറത്ത് നമ്മൾ ഇതിനുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇത് വലുതാണ്. അപ്പോൾ ഈ ഒരു അളവിൽ നമ്മൾ ഇതിപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ പൈപ്പ് ഉണ്ട്, PVC പൈപ്പ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതിനൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ ഇത് കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളതിന് ഒരു ലെങ്ത്തിന് 35 രൂപ വരുന്ന പൈപ്പ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് വേണ്ടിയുള്ള കുറേ കട്ടിങ്സ്, അതിൻ്റെ എൽബോ ജോയിൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മളോട് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എക്സോ ബ്ലേഡ്, പിന്നെ ഫ്ലെക്സ് ഒട്ടിക്കുന്ന എല്ലാം കൂടി നമുക്ക് ടോട്ടൽ ചിലവായത്, ഈ ഫ്രെയിമൊക്കെ കൂടി എല്ലാം കൂടി ടോട്ടൽ നമുക്ക് ചിലവ് വന്നിട്ടുള്ളത് 370 രൂപയാണ് അതിന് വന്നുള്ളത്. പിന്നെ ഫ്ലെക്സിൻ്റെ കോസ്റ്റ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് എത്ര വന്നുള്ളത് ലാസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് എന്ത് ചെയ്യാം, ഇത് കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് സ്ട്രക്ചർ ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ളത് നോക്കാം. അങ്ങനെ കുറച്ച് പൈപ്പുകൾ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കട്ട് ചെയ്ത പീസുകൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണാനും വേണ്ടിയിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പൈപ്പിൻ്റെ ഈ ഒരു നീളം കണ്ടില്ലേ, ഈ നീളമുള്ളൂ ഇതും. പക്ഷേ ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഇങ്ങനെ ഒരു കണക്ടർ വെച്ചിട്ടുണ്ട്. അങ്ങനെ ജോയിൻ ചെയ്യിപ്പിച്ചാണ് ഇതൊക്കെ. അങ്ങനെ ഈ ഒരു സംഭവം, ഇത് നീളം മൊത്തം അങ്ങനെ 5 അടി വരുന്നുണ്ട്. നമ്മുടെ ടാങ്കിൻ്റെ നീളവും 5 അടിയാണ് വരുന്നത്. ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഇങ്ങനെ ഒരു കണക്ടർ കൊടുക്കാനാണ് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിനകത്താണ് നമ്മൾ ടാങ്കിൻ്റെ ഹൈറ്റ് കൊടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഹൈറ്റ് കൊടുക്കുക, ഇതേപോലത്തെ ഒരു സ്ട്രക്ചർ, ഒരു പൈപ്പ് എന്ത് ചെയ്യും ഇതിൻ്റെ അടിയിലും വരും. അപ്പോൾ ഇവിടെ ഇങ്ങനെ കണക്ടർ വരും. നമ്മൾ വർക്ക് തീരുമ്പോൾ നമുക്ക് അത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിത് ചെയ്യുന്നവർക്ക് ഒന്നുകൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ടിങ് വരുന്ന കാര്യം സൂചിപ്പിച്ചത് കേട്ടോ. ഇനി ഇതാണ് നമ്മുടെ ടാങ്കിൻ്റെ ഹൈറ്റ് വരുന്നത്. ഈ ഹൈറ്റാണ് നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഈ സ്പേസിലാണ് നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിലമൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. കല്ലും മുള്ളൊന്നും ഇല്ലാത്ത രീതിയിൽ മാക്സിമം കഴിയുന്ന രീതിയിൽ ശരിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും അടിയിൽ വിരിക്കണം. ഇത് നമ്മുടെ
ഓട്ടോറിക്ഷൻ്റെ മുകളിൽ ഉണ്ടാവില്ല കറുത്ത ഒരു ഇതിങ്ങനെ വിരിച്ച് കണ്ടില്ല, ആ സംഭവം ആട്ടത്. എന്താ അതിൻ്റെ പേര് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇത് നമ്മൾ ഭാഗത്തിനുള്ള ഒരു അളവിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ 5 അടി 2 അടി എന്നുള്ള 2 അടിയാണ് ഇങ്ങനെ വരുന്നത്, 5 അടിയാണ് ഈ നീളം വരുന്നത്. അതിന് മൊത്തത്തിൽ നമ്മൾ ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ സ്ട്രക്ചർ ഉണ്ടല്ലോ, ഇതാണ് ഈ കാണുന്നതാണ് 5 അടി അതുപോലെ തന്നെ 2 അടി. ഇതിനകത്താണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഫ്ലക്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ടാങ്ക് ഇറക്കി വെക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ നിലത്ത് ഷീറ്റ് വിരിച്ച് അതിന് മുകളിൽ കണ്ടില്ല നമ്മൾ ഈ ഫ്രെയിം വർക്ക് ആ കറക്റ്റ് സ്ട്രക്ചർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. PVC പൈപ്പ് വെച്ചിട്ട് കറക്റ്റ് കണ്ടില്ലേ, 1.5 അടി ഹൈറ്റ് അതുപോലെ തന്നെ 2 അടി വീതി 5 അടി നീളമുള്ള ഒരു പോണ്ടാണ്. ഇതിനകത്തേക്കാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നമ്മൾ ഫ്ലക്സ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഈ ഷേപ്പിൽ. ഇതിനകത്തേക്ക് നമുക്കിനി ഇറക്കി വിടാനുള്ളൂ. നമ്മളിപ്പോൾ ഫ്ലക്സ് വിരിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കേബിൾ ടൈയോ മറ്റോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതിമക്ക് നമ്മൾ ഉണ്ടാക്കിയ സ്ട്രക്ചറുമൊക്കെ ഫിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുള്ളൂ. നമ്മൾ അതിന് പകരം ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്, നമ്മളിത് പോർട്ടബിളാണ്, നമുക്കിത് ആവശ്യത്തിന് എന്ത് ചെയ്യണം, പിന്നീട് എപ്പോഴും വേണമെങ്കിൽ മാറ്റി വെക്കാനും കഴിയണം. അപ്പോൾ നമ്മൾ കേബിൾ ടൈയും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ കേബിൾ ടൈ യൂസ് ചെയ്യാത്ത രീതിയിൽ നമ്മളിപ്പോൾ ഈ പൈപ്പുകളൊക്കെ കണക്ട് ചെയ്തത് പശ കൊടുക്കാതെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടില്ലേ ഇങ്ങനൊരു സംഭവം, ഒരു ഫ്ലക്സിൻ്റെ ചെറിയ കഷ്ണം എടുത്തിട്ട് ഇവിടെ ഒട്ടിക്കുക. ജസ്റ്റ് ഈ ഫ്ലക്സുമായിട്ട് ഒട്ടിച്ചിട്ട് നേരെ ഇതിൻ്റെ ഇപ്പുറത്ത് ഈ ഫ്രെയിം അടക്കം കൂട്ടിയിട്ട് ഇതിൻ്റെ ഇപ്പുറത്ത് ഈ ഫ്ലക്സിൻ്റെ നേരെ ബാക്കിൽ തന്നെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒട്ടിച്ച് കൊടുക്കട്ടോ. അപ്പോൾ നമ്മളെ പൈപ്പുമ്മേൽ എന്ത് ചെയ്യും, അത് കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ അത് എന്ത് ചെയ്യുക, ഇങ്ങനെ വെള്ളം ലോഡ് വരികയാണെങ്കിൽ തന്നെ ശരി, ഇത് മറിഞ്ഞു വീഴുക കാര്യങ്ങളൊന്നുമില്ല. അൽഹംദുലില്ലാ, അങ്ങനെ നമ്മുടെ ടാങ്കിൻ്റെ നിർമ്മാണം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മുകളിൽ ഇതൊക്കെ ജസ്റ്റ് ഒട്ടിച്ച് കൊടുത്താൽ ഇതിന് പകരം കേബിൾ ടൈ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ഭംഗി തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കേബിൾ ടൈ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് പോർട്ടബിൾ തന്നെയാണ്, കണ്ടില്ലേ. നമുക്ക് ഇതൊന്നും നമ്മൾ പശിട്ട് ഒട്ടിച്ചിട്ടില്ല, ഇതൊക്കെ ഊരി എടുത്തിട്ട് നമുക്ക് ഈ പൈപ്പ് ഇതിൻ്റെ ഉള്ളിൽ കൂടി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് മൊത്തത്തിൽ ഇങ്ങനെ മടക്കി ഒട്ടിച്ച് മാത്രമാണ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ വെള്ളം നിർത്താം. അങ്ങനെ നമ്മൾ ടാങ്കിൽ വെള്ളം നിർത്തിയിട്ടുണ്ട്. ഏകദേശം 1.5 അടി ആ റേഞ്ചിലാണ് നമ്മൾ വെള്ളം നിർത്തിയിട്ടുള്ളത്. ടാങ്കിൻ്റെ ടോട്ടൽ ഹൈറ്റ് വരുന്നത് 1.5 അടിയോളാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഈ ഒരു അളവിൽ കണ്ടില്ല കല്ലുപ്പിടാൻ പോവാണ്. ഇപ്പോൾ നല്ല തെളി വെള്ളമാണ്, നമ്മൾ കല്ലുപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ എങ്ങനെയായാലും ഇതിലേക്ക് മീനിനാക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ടാങ്ക് നിർമ്മാണം കഴിഞ്ഞു. നമ്മൾ വെള്ളമൊക്കെ നിറച്ച് സെറ്റായി നിർത്തിയിരിക്കുകയാണ്. ഇനി ഇൻഷാല്ലാ നമുക്ക് നാളായിട്ട് നമുക്ക് ഇതിൽ മീനിനാക്കാൻ ശ്രമിക്കാം. ഇനി നമ്മുടെ ടാങ്കിൻ്റെ കോസ്റ്റ്, ഈ നിർമ്മാണ ചിലവ് എത്ര വന്നു എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ 8 അടിയുടെ ഒരു റോള് നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മളൊരു 5 അടി, അതായത് 8 ഇഞ്ചിൻ്റെ ഒരു ഷീറ്റ് നമ്മൾ കട്ട് ചെയ്യാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് 40 സ്ക്വയർ ഫീറ്റ് ഫ്ലെക്സ് ഷീറ്റാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. സ്ക്വയർ ഫീറ്റ് ഏകദേശം നമുക്കൊരു 4 രൂപ വെച്ച് കൂട്ടുകയാണെങ്കിൽ തന്നെ 160 രൂപ നമ്മളെ ഷീറ്റിന് വേണ്ടി മാത്രം ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ സ്ട്രക്ചർ വർക്ക് ഫ്രെയിം പോലെ ഉണ്ടാക്കി എടുക്കാനും വേണ്ടി നമ്മൾ കുറച്ച് PVC പൈപ്പ് വാങ്ങി, പിന്നെ ഫ്ലെക്സ് ഒട്ടിക്കാനുള്ള ഗമ്മ് വാങ്ങി, ആക്സോ ബ്ലേഡ് വാങ്ങി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി ടോട്ടൽ 370 രൂപ നമുക്ക് അഡീഷണൽ കോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഈ 370 2 ലെങ്ത്ത് പൈപ്പ് നമുക്ക് ബാലൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഒരു ലെങ്ത്ത് പൈപ്പിന് 35 രൂപ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ 70 രൂപ ഈ പൈപ്പിൻ്റെ തന്നെ നമുക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ 300 രൂപ അതിൽ വരുന്നുള്ളൂ. പിന്നെ ഈ ആക്സോ ബ്ലേഡ് ആണെങ്കിലും ഫ്ലെക്സ് ഒട്ടിക്കുന്ന ഗമ്മാണെങ്കിലും ഒക്കെ നമുക്ക് ഇനി നമുക്ക് യൂസ് ചെയ്യാനുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ അതൊന്നും വലിയൊരു കോസ്റ്റ് മാർജിൻ വന്നിട്ടില്ല. എങ്കിലും നമുക്ക് ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 രൂപ കുറച്ച് കഴിഞ്ഞാലും 290 രൂപ അതിനു വേണ്ടി കോസ്റ്റ് മാറ്റി വെക്കുകയാണെങ്കിലും 290, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ 160 രൂപ ഫ്ലെക്സിൻ്റെ റേറ്റ്, അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ 450 രൂപക്ക് നമുക്ക് 5 അടി നീളവും 2 അടി വീതിയും
1.5 അടി ഹൈറ്റുള്ളൊരു ടാങ്ക് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തെറ്റില്ലാത്തൊരു ക്വാണ്ടിറ്റിയിൽ ഗപ്പീസ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നതന്നെ നമുക്ക് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഫാമിൽ ബിഗിയർ ഗപ്പീസ് ആയിട്ടുള്ള ചില്ലി മുസൈക്ക്, അതുപോലെ തന്നെ പ്ലാറ്റിനം റെഡ് ബിഗിയർ, ഇതൊക്കെ കുഞ്ഞുങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, സൈസ് ആയിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവർ ഏതെങ്കിലും ഒരു ഐറ്റത്തിന് നമ്മൾ കുറച്ച് കൂടുതൽ എണ്ണത്തിന് നമുക്ക് ഈ ഒരു ടാങ്കിലേക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് ഇറക്കി വിടാൻ കഴിയുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ടാങ്കിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളതൊക്കെ വരും ദിവസങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇൻ കേസ് അഥവാ എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ട് ടാങ്ക് കേടുവന്ന് പോവുകയാണെങ്കിൽ അതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടാങ്ക് നിർമ്മാണം അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ സക്സസ് ആക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മൈ ഫാമിങ്ങിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.